ഹായ്, എൻ്റെ പേര് ജസ്റ്റിൻ. ഞാൻ ടെക്സ്റ്റോർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ NDTയുടെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NDT എന്താണെന്നുള്ളതാണ്. ഒരു മെക്കാനിക്കൽ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ കമ്പോണൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ നമുക്കതിനെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റും സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങുമാണ്. ഇപ്പോൾ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ NDTയുടെ കേസിൽ അല്ലെങ്കിൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ ആ പ്രോഡക്റ്റിന് യാതൊരു തരത്തിലുള്ള ചേഞ്ചസും സംഭവിക്കാതെ, അതായത് അതിന് യാതൊരു ഓൾട്ടറേഷനും സംഭവിക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇൻസ്പെക്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് നമുക്ക് ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ അത് അതിൻ്റെ പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് NDTയുടെ ഒരു പോസിറ്റീവ്നെസ്. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കത് ഇൻസ്പെക്ഷൻ കഴിഞ്ഞാലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇൻ സർവീസിലിരിക്കുന്ന കമ്പോണൻസിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈപ്പ് ലൈൻ, ഓയിൽ ആൻഡ് ഗ്യാസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പ് ലൈൻ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. ആ പൈപ്പിൽ എന്തെങ്കിലും ക്രാക്കുകൾ വന്നിട്ടുണ്ടോ, അല്ല അങ്ങനത്തെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതല്ലാതെ ഒരു വെൽഡ്, ആ വെൽഡിൻ്റെ ഉള്ളിൽ ഇതേപോലെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ വന്നിട്ടുണ്ടോ, ക്രാക്കുകൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ വെൽഡ് എന്നൊക്കെ പറയുമ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിലെ പൈപ്പ് വെൽഡാണെന്നുണ്ടെങ്കിലും എവിടെയുള്ള വെൽഡാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ പല തരത്തിലുള്ള ഡിഫക്റ്റുകൾക്ക് പോസിബിലിറ്റി ഉണ്ട്. അതായത് പോറോസിറ്റി വരാം, ഇൻക്ലൂഷൻസ് വരാം, ലാക്ക് ഓഫ് ഫ്യൂഷൻ വരാം, ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് പെനിട്രേഷൻ വരാം. അങ്ങനെ പല ടൈപ്പിലുള്ള ഡിഫക്റ്റുകൾ വെൽഡിൽ വരാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, NDT വഴി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അറിയാതിരുന്നു കഴിഞ്ഞാൽ, ഫൈൻഡ് ഔട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഏതെങ്കിലും സ്റ്റേജിൽ വെച്ചിട്ട് ആ വെൽഡ് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ കമ്പോണൻസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് മാത്രമല്ല, പൈപ്പ് ചെക്ക് ചെയ്യാം, വെൽഡ് ചെക്ക് ചെയ്യാം, അതേപോലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, NDT വഴി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈപ്പ് ലൈൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. സെർട്ടൻ പീരിയോഡിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ വശം നമുക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ വെൽഡ് ചെയ്ത് കഴിഞ്ഞു, ആ വെൽഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ കാലക്രമേണ ആ വെൽഡിൽ ക്രാക്കുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതൊക്കെ NDT മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും.